ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ബോയിൻ ഫോഴ്സ് എന്താണ്, അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ. നിങ്ങളത് നോക്കിയോ? സിമ്പിൾ ആയിട്ടല്ലേ തോന്നിയത്? സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? ഇനി നമ്മളിപ്പോ ബോയിൻ ഫോഴ്സ് ഒക്കെ പറഞ്ഞു. ഇനി ഈ ബോയിൻ ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ബോയിൻ ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബോയിൻ ഫോഴ്സ് പറഞ്ഞത് ഓർത്ത് വെച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ പറയാം. ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൽ പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ഇമ്മേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്റ്റ് ആൻഡ് ദിസ് ഫോഴ്സ് ഇസ് കോൾഡ് ബോയിൻ ഫോഴ്സ്. അതാണ് ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ബോയിൻ ഫോഴ്സ് മെഷർ ചെയ്യാന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വാട്ടറിൽ മുക്കി കഴിഞ്ഞാൽ, താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് എക്സാക്ട് വെയിറ്റ് അല്ല ഫീൽ ചെയ്യുക, ഒരു വെയിറ്റ് ലോസ് ആണ് ഫീൽ ചെയ്യുക. അപ്പൊ അതിന്റെ ലോസ് ഓഫ് വെയിറ്റ്, അതിന് പുറത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റിനേക്കാളും വെയിറ്റ് കുറഞ്ഞിട്ടാണ് വാട്ടറിൽ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ വെയിറ്റ് ലോസിന്റെ മെഷർമെന്റ്, ആ അളവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ബോയിൻ ഫോഴ്സ്. അത് ബോയിൻ ഫോഴ്സിന് തുല്യമാണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ ബോയിൻ ഫോഴ്സ് കണ്ടുപിടിച്ചു. നമ്മൾ നോക്കുന്ന കാര്യം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിൻ ഫോഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ ഫാക്ടർ ആണ് ബോയിൻ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നല്ലോണം പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഫാക്ടർ ആണ് എന്നുള്ളത് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് നോക്കണം. സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിൻ ഫോഴ്സ്, ബോയിൻ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു എക്സ്പെരിമെന്റ് ആണ് ആദ്യം പറയുന്നത്. നോക്കാം. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ടേക്ക് വാട്ടർ, സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ആണ്, ആൻഡ് ഗ്ലിസറിൻ. അതായത് നമ്മളോട് വാട്ടർ എടുക്കാൻ പറയുന്നുണ്ട്, സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ എടുക്കാൻ പറയുന്നുണ്ട്, ആൻഡ് ഗ്ലിസറിൻ ഇൻ സെപ്പറേറ്റ് ബീക്കർ. 3 ബീക്കർ എടുത്തു. അതിൽ ഒന്നിൽ ഞാൻ വാട്ടർ എടുത്തു, ഒന്നിൽ സോൾട്ട് വാട്ടർ, സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ എടുത്ത്, അതിനുശേഷം ഞാൻ തേർഡ് വണ്ണിൽ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ ആണ്. സെപ്പറേറ്റ് ബീക്കറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ നോക്ക്, ഫൈൻഡ് ദ ബോയിൻ ഫോഴ്സ്. ബോയിൻ ഫോഴ്സ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബോയിൻ ഫോഴ്സ് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാലോ. സോ ബോയിൻ ഫോഴ്സ് felt by a 100 gram slotted weight in this liquid using spring balance and complete the table കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഒന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ 3 ബീക്കറിൽ നമ്മളോട് ഒന്നില് വാട്ടർ, നമ്മളെ നോർമൽ വാട്ടർ, ഒന്നില് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ, ആൻഡ് ലാസ്റ്റ് വണ്ണില് ഗ്ലിസറിൻ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നേരത്തെ സ്പ്രിംഗ് ബാലൻസ് ഇല്ലേ, സ്പ്രിംഗ് ബാലൻസിൽ നേരത്തെ പോലെ 100 ഗ്രാം വെയിറ്റ് നമ്മൾ ഹാങ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഈ 3 ലിക്വിഡിലും വെച്ചിട്ട് ആ 3 ലിക്വിഡിലും ഉണ്ടാവുന്ന ബോയിൻ ഫോഴ്സ് മെഷർ ചെയ്യാൻ. ബോയിൻ ഫോഴ്സ് മെഷർ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞതിൽ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമുക്കറിയാം. അതായത് അതിന് പുറത്തുള്ള വെയിറ്റ് ആൻഡ് ദെൻ വാട്ടറിൽ, ഈ പറഞ്ഞ ലിക്വിഡ്സിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് എത്രയാണ്, അതിന്റെ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ലോസ്, പുറത്തുള്ള വെയിറ്റ്, ഈ ലിക്വിഡ്സിൽ വെച്ചപ്പോഴുള്ള വെയിറ്റ്, ആൻഡ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയിറ്റ്. അത് എന്ന് പറയുന്നത് ബോയിൻ ഫോഴ്സ് ആണ്. അത് നമുക്ക് കിട്ടും, പറഞ്ഞ കാര്യമാണ്. നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇതാണ് നമ്മളെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ബീക്കർ സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ, സെക്കൻഡ് ബീക്കർ വാട്ടർ, ദെൻ തേർഡ് ബീക്കർ ഗ്ലിസറിൻ ആണ് എടുക്കുന്നത്. ആൻഡ് 100 ഗ്രാം ആണ്. 100 ഗ്രാം സ്ലോട്ടഡ് വെയിറ്റ് വെച്ചു. 100 ഗ്രാം സ്പ്രിംഗ് ബാലൻസ് കാണുന്നില്ലേ? സ്പ്രിംഗ് ബാലൻസ് കാണുന്നുണ്ട്. 100 ഗ്രാം, 3 100 ഗ്രാം ആണ്. 3 100 ഗ്രാം ആണ് സ്ലോട്ടഡ് വെയിറ്റ്.
ഒരേപോലത്തെ 100 gram ഉള്ള 3 വെയിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് 3 ബീക്കർ ഉണ്ട്. ഒരേ ലെവലിലാണ് ലിക്വിഡ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ സാച്ചുറേറ്റഡ് വാട്ടർ ആണ്, സോൾട്ട് വാട്ടർ ആണ്, ദെൻ അഗെയിൻ വാട്ടർ ആണ്, ദെൻ ഗ്ലിസറിൻ ആണ്. ഓക്കെ, ഗ്ലിസറിൻ ആണ്, 3 ലിക്വിഡ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ് വെയിറ്റ് ഓഫ് സ്ലോട്ടഡ് വെയിറ്റ് ഇൻ എയറിലുള്ള വെയിറ്റ് നമുക്ക് വേണ്ടത് എങ്ങനെയാ? ഗ്രാമിലല്ല. നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. 100 gram നമുക്ക് ന്യൂട്ടണിലാണ് വേണ്ടത്. അപ്പൊ എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത്? എന്താ? mg ആണ്. മാസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാ? 100 ആണ്. അത് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ വാല്യൂ നമുക്കറിയാം. 9.8 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് എന്ന് പറയുന്നത് ഫിക്സഡ് വാല്യൂ ആണ്, അത് മാറൂല. അതിപ്പോ പ്രോബ്ലത്തിൽ എങ്ങാൻ G = 10 എന്ന് തന്നാൽ മാത്രം നമ്മൾ 10 എടുത്ത് പ്രോബ്ലം ചെയ്യും. അങ്ങനെ തന്നാൽ മാത്രം. അല്ലാതെ ഈ Gന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് വാല്യൂ ആണ്, എക്സാക്ട് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ 100 gram എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കിലോഗ്രാമാ? 0.1 കിലോഗ്രാമാ. ദാറ്റ് ഈസ് 1000 gram equal to 1 kilogram. 1000 gram is equal to 1 kilogram. അപ്പം 100 gram. So 100 gram is equal to 0.1 kilogram. Then 9.8 meter per second square. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.98 ന്യൂട്ടൺ. 0.98 ന്യൂട്ടൺ എന്നുള്ളതാണ് നമ്മളെ എയറിലുള്ള വെയിറ്റ്. അത് നമ്മൾ 3 കേസിൽ ഒരേ വെയിറ്റ് ആണ്, എയറിലുള്ള വെയിറ്റ്. ഇനി നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ സാച്ചുറേറ്റഡ് ഈ 3ലും ഈ വെയിറ്റ് പിന്നെ ഡിപ്പ് ചെയ്ത് നോക്കും. 3 ലിക്വിഡിൽ ഈ വെയിറ്റ് ഇമ്മേഴ്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യും. വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം എങ്ങനെ ഉണ്ടാവാന്നാണ് ഞാൻ പറയുന്നത്. 0.98 അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. സോൾട്ട് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ 3.8 0.58 എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് ഞാൻ അങ്ങനെ ആ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഞാനത് ആദ്യം സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 0.38 ആണ് വെയിറ്റ് കിട്ടിയിട്ട് 38 ന്യൂട്ടൺ ആണ് കിട്ടിയിട്ടുള്ളത്. സെയിം ഞാൻ എന്താ നോർമൽ വാട്ടറിൽ വെച്ച് നോക്കി, ദാറ്റ് 0.58. ദെൻ ഗ്ലിസറിനിൽ വെച്ച സമയത്ത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്, 0.28 ആണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ന്യൂട്ടണിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഇൻ എയറിലുള്ള വാല്യൂ എത്രയാണ്? 0.98 ന്യൂട്ടൺ ആണ് ഇൻ എയർ വരുന്നത്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ലോസ് ഓഫ് വെയിറ്റ് അല്ലേ കാണേണ്ടത്. ലോസ് ഓഫ് വെയിറ്റ് കാണാൻ എങ്ങനെയാ? W1, ദിസ് ഇസ് W1. W1 മൈനസ് W2, ദിസ് ഇസ് W2. അത് ചെയ്താൽ നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ബോയന്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബോയന്റ് ഫോഴ്സ്. നമുക്ക് ചെയ്ത് നോക്കിയാലോ? 0.98 അതല്ലേ W1 മൈനസ് എത്രയാ? 0.38. 0.38 എത്രയായിരിക്കും കിട്ടുക? 0.6. യൂണിറ്റ് എന്താ കൊടുക്കുക? ന്യൂട്ടൺ. Then next one 0.98 W1 minus W2 0.98 minus 0.58 that is equal to 0.4 Newton. Then last one 0.98 minus 0.28 that is equal to 0.7 Newton. 0.7 Newton. 7040 അങ്ങനെ കൊടുക്കാം. 0.60 Newton, 0.40 Newton, 0.70 Newton. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയോ?
3 ലിക്വിഡും കൊടുത്തു. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാല്യൂ എന്ന് പറയുന്നത് W1 മൈനസ് W2 ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? ലോസ് ഓഫ് വെയിറ്റ് കിട്ടി. ആൻഡ് ദിസ് ലോസ് ഓഫ് വെയിറ്റ് ഇസ് ഈക്വൽ ടു ബോയിന്റ് ഫോഴ്സ്. സോ അതും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഇവിടെ ഏതിനാണ് ബോയിന്റ് ഫോഴ്സ് കൂടുതലുള്ളത്? ബോയിന്റ് ഫോഴ്സ് ഹയർ ഫോർ ഏതാണ്? ഗ്ലിസറിൻ ഹയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഏതിനാണ് വരുന്നത്? സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ആണ്. വാട്ടറിനാണ് ലോവർ ബോയിന്റ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നത്. വാട്ടറിനാണ് ലോവർ ബോയിന്റ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നത്. ഗ്ലിസറിൻ ആണ് ഹയർ ബോയിന്റ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അത് ക്ലിയർ ആയോ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒരേ വെയിറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഒരേ സ്ലോട്ടഡ് വെയിറ്റ് ആണ്. 100 ഗ്രാം ആയിരുന്നു. ദാറ്റ് ഈസ് 0.98 വെയിറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ലിക്വിഡ് പറഞ്ഞാൽ ഒരേ എമൗണ്ടിലാ, ഒരേ ലെവലിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താ? വെയിറ്റ് സെയിം ആണ്, എടുത്ത എമൗണ്ട് സെയിം ആണ്. പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് ആയിരിക്കുമല്ലോ ഈ ബോയിന്റ് ഫോഴ്സിൽ ഡിഫറൻസ് വരാനുള്ള കാരണം. അതെന്തായിരിക്കും? ആ ഒരു ഫാക്ടർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ആ ഒരു ഫാക്ടർ എന്തായിരിക്കും? നമുക്ക് നോക്കിയാലോ. ദാറ്റ് ഈസ് ഡെൻസിറ്റി ആണ്. അതാണ് ഡെൻസിറ്റി. നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലിക്വിഡ് ഉണ്ട് ആൻഡ് കറസ്പോണ്ടിങ് ഡെൻസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലിക്വിഡ് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് ഡെൻസിറ്റിന്റെ യൂണിറ്റ് ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1000 ആണ്. വാട്ടറിൻ്റെത് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം, 1000 ആണ് എന്നുള്ളത്. ദെൻ വരുന്നതാണ് എന്ത്? സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ. സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറിൻ്റെത് ദാറ്റ് ഇസ് 1025 ആണ് വരുന്നത്. ആൻഡ് ദെൻ കെറോസിൻ 810 ആണ്. അത് കഴിഞ്ഞ ഗ്ലിസറിൻ 1260. അതിനുശേഷം കോക്കനട്ട് ഓയിൽ 920. ഇവിടെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഏതിനാ? ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഗ്ലിസറിൻ ഹാസ് ഹൈയസ്റ്റ് ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 1260. അത് ക്ലിയർ ആയല്ലോ. ദെൻ വരുന്നത് ഏതാണ്? ദെൻ വരുന്നത് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? വാട്ടർ. അപ്പൊ ഇവിടെ നോക്ക്, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വന്നത് ഗ്ലിസറിൻ 0.70 അല്ലേ? അതിനുശേഷം വന്നത് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ദാറ്റ് ഈസ് 0.60. പിന്നെ വന്നിട്ടുള്ളത് വാട്ടർ ദാറ്റ് ഈസ് 0.40. അപ്പൊ ഡെൻസിറ്റി കൂടുതൽ ഉള്ളതിനാണ് എന്ത് വന്നത്? കൂടുതൽ പോയിന്റ് ഫോഴ്സ് വന്നത് അല്ലേ? ദെൻ ഡെൻസിറ്റി കുറവുള്ളതിന് അതിനനുസരിച്ച് കുറവാണ് വന്നത്. അതാ നമ്മളിപ്പോ പറഞ്ഞ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് ചെയ്തു നോക്കാം. അനലൈസ് ദ ടേബിൾ എ ആൻഡ് ബി. ദാറ്റ് ഈസ് ഈ ഒരു ടേബിളും ഈ നമ്മളെ ഡെൻസിറ്റിന്റെ ടേബിളും അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, in which liquid did the slotted weight experience the greatest buoyant force? greatest buoyant force ഏത് ലിക്വിഡിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഏത് ലിക്വിഡിലാ? ഗ്ലിസറിനിലാണ്. ഗ്ലിസറിൻ അല്ലേ? 0.70 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള? ഗ്ലിസറിൻ ആണ് ആൻസർ. Then in which liquid did the slotted weight experience least buoyant force? least buoyant force ഏതിനാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ടർ. That is water. The last question, which liquid given in the table has highest density? highest density glycerin ആണ്, and that is equal to 1260. So the highest density is for glycerin. Okay, clear ആണല്ലോ. And next question, why did the slotted weight experience the greatest buoyant force in glycerin? എന്തുകൊണ്ടായിരിക്കും? Because glycerin has greater density. Due to greater density density എത്രയാ? ഗ്ലിസറിന്റെ greater density that is equal to
1260. 1260 അല്ലേ? The next question, as the density of liquid increases, buoyant force felt by an object also increases. ഇത് ഓർത്ത് വെക്കണേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഇൻക്രീസ് ആവുമ്പോൾ ബോയന്റ് ഫോഴ്സും ഇൻക്രീസ് ആവും. ഡെൻസിറ്റി ഇൻക്രീസ് ആവുമ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ച്, as the density of liquid increases, as the density of liquid increases, the buoyant force also increases. അപ്പൊ എന്താ, നമ്മളെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ദ ബോയന്റ് ഫോഴ്സ് ഓൾസോ ഡിക്രീസസ് ആണ് വരിക. അതായത് ഡയറക്ട്ലി ആണ്. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്. The buoyant force also increases. ഡെൻസിറ്റി കൂടുമ്പോൾ ബോയന്റ് ഫോഴ്സ് കൂടും, അതുപോലെ ഡെൻസിറ്റി കുറയുമ്പോൾ ബോയന്റ് ഫോഴ്സും കുറയും. അപ്പൊ മോർ ഡെൻസർ ലിക്വിഡ് ഏതാണോ അതിനായിരിക്കും ഗ്രേറ്റർ ഡെൻസിറ്റി, ആൻഡ് ലീസ്റ്റ് ഡെൻസർ ലിക്വിഡ് ഏതാണോ അതിലായിരിക്കും ലീസ്റ്റ് ബോയന്റ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് നമ്മളെ ഗ്ലിസറിലും സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറിലും നോർമൽ വാട്ടറിലും ഒരേ വെയിറ്റ് ഉള്ള സാധനം ഇട്ടപ്പോ വെയിറ്റ് ലോസ് കൂടുതൽ ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് കൂടുതൽ ഫീൽ ചെയ്തത് ഗ്ലിസറിലാണ്. അതിന് കാരണം എന്താണ്? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഡെൻസിറ്റിനെ ബോയന്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോയന്റ് ഫോഴ്സ് കൂടും. ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് ബോയന്റ് ഫോഴ്സ് കുറയും. അപ്പൊ ഡെൻസിറ്റി എന്ന ഫാക്ടർ നമ്മളെ ബോയന്റ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത സിറ്റുവേഷൻ ആണ്, നമ്മൾ പറയുന്നത്. ആൻഡ് എഗ് സിങ്ക് ഇൻ വാട്ടർ. ഇത് കുറച്ച് സിറ്റുവേഷൻ മീൻസ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസുകളാണ്. അതിനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, an egg sink in fresh water but float in saturated salt water. നിങ്ങളൊന്ന് ചെയ്തു നോക്കേണ്ട എക്സ്പെരിമെന്റ് ആണ്. ഇത് ചെയ്തു നോക്കണം. നിങ്ങൾ ഒരു ബീക്കറിൽ വാട്ടർ, അല്ലെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ സാധാ വാട്ടർ എടുക്കുക, ഫ്രഷ് വാട്ടർ എടുക്കുക. അതിന്റെ അടുത്ത പാത്രത്തില് വാട്ടർ എടുക്കുക, സോൾട്ട് എടുത്ത് മിക്സ് ചെയ്യുക. അതായത് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ആക്കുക. അതിനുശേഷം നിങ്ങൾ എഗ് എടുത്തിട്ട് 2 വാട്ടറിലും വെക്കുക. 2 വാട്ടറിൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രഷ് വാട്ടറിൽ നമ്മളെ എഗ് എന്ന് പറയുന്നത് സിങ്ക് ആവും. അതേ സ്ഥാനത്ത് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറിൽ എഗ് ഫ്ലോട്ട് ആയിട്ട് നിൽക്കും. ദാറ്റ് ഈസ് egg sink in the fresh water, but float in the saturated salt water. Saturated salt waterൽ ഫ്ലോട്ട് ആയിട്ട് നിൽക്കും. അതിന് കാരണം എന്താണ്? The saturated salt water has higher density. The saturated salt water has higher density compared to എന്താണ്? Higher density compared to fresh water. Compared to fresh water. Clear അല്ലേ? Fresh water. Reason clear ആയല്ലോ? then അടുത്തത്, as a ship moves from freshwater lake to sea, it rises further. അതായത് ഒരു ഫ്രഷ് വാട്ടർ ലേക്കിന്ന് നമ്മളെ ഷിപ്പ് സീയിലേക്ക് കടക്കുമ്പം അതൊന്ന് പൊങ്ങുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതാ, നമ്മളെ ബോട്ടാണെന്ന് വിചാരിച്ച, ഷിപ്പാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു ബോട്ട് പോലെ,
ഇതിപ്പോ സപ്പോസ് നമ്മള് പോട്ടാണെന്ന് വിചാരിച്ചോ, ഇതിപ്പോ ഫ്രഷ് ലേക്കിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഫ്രഷ് ലേക്കിന്ന് ഇത് ഫ്രഷ് ലേക്ക് നമ്മള് സീയിലേക്ക് പോവുകയാണ്. സീയിലേക്ക് പോകുന്ന സമയത്ത് സെയിം ബോട്ട് എന്താവുന്ന വെച്ചാൽ കുറച്ച് റൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളെ സീ വാട്ടർ എന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മളെ ബോട്ട് വരുമ്പോ കുറച്ചുകൂടെ ഒന്ന് റൈസ് ആവും. കണ്ടോ, ഇവിടെ ഇത്ര വരെ ഈ ഷിപ്പ് ഇത്ര വരെ മുങ്ങി നിൽക്കുകയാണെങ്കിൽ, അതായത് ഇത്രയും ഭാഗം അടിയിലാണെങ്കിൽ അത് ലേക്കിലാണ്. അതേ സ്ഥാനത്ത് അത് സീയിലെത്തുന്ന സമയത്ത്, സീ വാട്ടറിലേക്ക് കടക്കുന്ന സമയത്ത് എന്താ, അത് കുറച്ചൊന്ന് റൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇത്ര ഭാഗം മാത്രമേ അടിയിലുള്ളൂ. അതിന് കാരണം എന്താ? ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്ന് പറയുന്നത് എന്താ? സീയിലുള്ളത് എന്താ? സോൾട്ട് വാട്ടർ ആണ്. സോൾട്ട് വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. സീ വാട്ടർ ഹാസ് ഹയർ ഡെൻസിറ്റി. സീ വാട്ടർ ഹാസ് എന്താണ്? ഹയർ ഡെൻസിറ്റി. അതാണ് റീസൺ. നെക്സ്റ്റ് വൺ ആണ് no one completely drowned in the Dead Sea. ഡെഡ് സീനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഡെഡ് സീ എന്ന് പറയുന്ന ഒരു സീ ഉണ്ട്. ആൻഡ് ആ സീയിൽ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളിപ്പോ സാധാരണ ഒരു കടലിലോ അങ്ങനെ ഒരു വെള്ളത്തില് ലേക്ക് ഒരു വാട്ടർ ബോഡീസിൽ നമ്മൾ പോയി കഴിഞ്ഞാല് നീന്തറിയാത്ത ഒരാള് വെള്ളത്തിൽ പോയ എന്താ, മുങ്ങിപ്പോകൂലേ? പക്ഷെ ഈ ഡെഡ് സീൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഒരിക്കലും മുങ്ങൂല എന്നാണ് പറയുന്നത്. no one completely drowns in the ഡെഡ് സീ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഡെഡ് സീയില് സോൾട്ട് വാട്ടർ ആണ് അടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അത്രയും ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ട് ആയിട്ട് കിടക്കും. നിങ്ങൾ ഡെഡ് സീ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡെഡ് സീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചേഴ്സ് കാണാം, ഡീറ്റെയിൽസ് കാണാം. അതിലാരും അങ്ങനെ മുങ്ങിപ്പോകൂല. മുങ്ങാതിരിക്കാനുള്ള കാരണം ആ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹയർ ഡെൻസിറ്റി ആണ്. അതിൽ സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലാണ്. നിങ്ങളിപ്പോ പിക്ചർ നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിൽ, അങ്ങനെ പിക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ആ സീന്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്റ്റലായിട്ട് സോൾട്ടുകൾ കാണാം, ക്രിസ്റ്റലായിട്ട് കിടക്കുന്നത് കാണാം. ഈ സോൾട്ടിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്, അതായത് ഈ വെള്ളം എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ആയതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി മച്ച് ഹയർ ആണ്. ആ ഡെൻസിറ്റി അത്രയും ഹയർ ആയതുകൊണ്ട് ആൾ ഇമ്മേഴ്സ് ആവില്ല. അതിൽ ബോയിൻ ഫോഴ്സ് ഹയർ ആണ്. ഹയർ ബോയിൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് അത് അപ്വേർഡ് തന്നെയല്ലേ ബോയിൻ ഫോഴ്സ്. അതിലുള്ള ഫ്ലൂയിഡ് അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യില്ല. ദാറ്റ് ഇസ് ബോയിൻ ഫോഴ്സ്. അപ്പൊ ബോയിൻ ഫോഴ്സ് ആ ലിക്വിഡിൽ കൂടുതലാണ്. no one completely drowns in the Dead Sea due to high density salt water. High density salt water is present. ക്ലിയർ ആയോ? ഹൈ ഡെൻസ് ആയിട്ടുള്ള സോൾട്ട് വാട്ടർ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഡെൻസിറ്റി എന്നുള്ള ഫാക്ടർ പറഞ്ഞു. ഇനി ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. ആ ഫാക്ടർ എന്താണെന്ന് നോക്കണ്ടേ? ഈ ബോയിൻ ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ടേക്ക് an iron block and a copper block of equal weight. നമ്മളിവിടെ കോപ്പർ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്, അയൺ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ബോത്ത് ഈക്വൽ വെയിറ്റ് ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ below given by finding the weights in air and water. എയറിലും വാട്ടറിലുള്ള വെയിറ്റ് മെഷർ ചെയ്യാൻ, അതായത് ഇതിനെ രണ്ടിനെയും കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്യുക. അതിനുശേഷം ആദ്യം എയറിലുള്ള വെയിറ്റ് എടുക്കുക, അതിനുശേഷം കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്യുക. ഇമ്മേഴ്സ് ചെയ്തതിനു ശേഷം ലിക്വിഡിലുള്ള വെയിറ്റ് എടുക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ചെയ്ത് നോക്കിയാൽ ഏകദേശം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോപ്പർ ബ്ലോക്ക്, വെയിറ്റ് ഓഫ് ഒബ്ജക്ട് ഇൻ എയർ ആണ്. രണ്ട് ഒരേ വെയിറ്റ് ആണ്. 5 ന്യൂട്ടൺ കൊടുക്കും. കാരണം എയറിൽ രണ്ടും, കാരണം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ടേക്ക് അയൺ ബ്ലോക്ക് ആൻഡ് കോപ്പർ ബ്ലോക്ക് ഓഫ് ഈക്വൽ വെയിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ എങ്ങനെയാണ് വരിക എന്നറിയോ? വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ ഏകദേശം ഇങ്ങനെയാണ് വരിക. ഏകദേശം ഈ രീതിയിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോയിന്റ് ഫോഴ്സ് ആണ് കാണേണ്ടത്. സോ W1 is equal to 5 minus W2 is equal to 3, that is equal to 2 Newton. And second കേസിലെ 5 minus 4, that is equal to 1 Newton, which has higher buoyant force. The buoyant force is higher for കോപ്പർ ബ്ലോക്ക് ആണ്. കോപ്പർ ബ്ലോക്കിനാണ് ബോയിന്റ് ഫോഴ്സ് ഹയർ ആയിട്ട് വരുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ബോയിന്റ് ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്തു, അതായത് W1 രണ്ടിനും സെയിം ആണ് 5 ന്യൂട്ടൺ. W2 എന്ന് പറയുന്നത് നമ്മൾ നോക്കിയപ്പോ 3 ന്യൂട്ടൺ കോപ്പറിന് കിട്ടി, 4 ന്യൂട്ടൺ അയൺ ബ്ലോക്കിന് കിട്ടി. ദെൻ നമ്മൾ W1 മൈനസ് W2 ചെയ്തപ്പോൾ കോപ്പറിൻ്റെത് 2 ന്യൂട്ടൺ കിട്ടി ആൻഡ് അയൺ ബ്ലോക്കിൻ്റെത് 1 ന്യൂട്ടൺ കിട്ടി. കോപ്പറിനാണ് എന്ത്? കോപ്പർ ബ്ലോക്കിനാണ് ഹയർ ബോയിന്റ് ഫോഴ്സ്. ദെൻ എന്താണ്? അയൺ ബ്ലോക്കിന് 1 ആണുള്ളത്. ഹയർ എന്താണ്? കോപ്പർ ബ്ലോക്ക് ആണ് ഹയർ. എന്തുകൊണ്ടായിരിക്കും ഹയർ? കാരണം എന്തായിരിക്കും? നമുക്ക് നോക്കാം. Which object experienced the more buoyant force? That is copper. In which has greater volume? അയൺ ബ്ലോക്കും കോപ്പർ ബ്ലോക്കും നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ വോളിയം ഉള്ളത് ഏതിനാണെന്നറിയാം? കോപ്പർ ബ്ലോക്കിനാണ് ഗ്രേറ്റർ വോളിയം. അപ്പൊ വോളിയം കൂടിയത് കൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്? കോപ്പർ ബ്ലോക്കിന് ഹയർ ബോയിന്റ് ഫോഴ്സും വോളിയം കുറവാണ് അയൺ ബ്ലോക്കിന്. സോ അയൺ ബ്ലോക്കിന് ബോയിന്റ് ഫോഴ്സ് കുറവ്, വോളിയം കുറവ്. സോ ബോയിന്റ് ഫോഴ്സ് കുറവ്, വോളിയം കൂടുതൽ, ബോയിന്റ് ഫോഴ്സ് കൂടുതൽ. ക്ലിയർ ആയോ? എന്താ വോളിയം എന്നറിയോ? വോളിയം നിങ്ങൾക്ക് ചെറിയ ക്ലാസ് പഠിക്കുന്നതാ. എന്താണെന്നറിയോ? ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുക. ഒരു വസ്തുവിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസിനെയാണ് നമ്മൾ സിംപ്ലി വോളിയം എന്ന് പറയാറ്. അപ്പൊ കോപ്പറിന് വോളിയം കൂടിയപ്പോ അതിന്റെ ബോയിന്റ് ഫോഴ്സ് കൂടി, അയണിന് വോളിയം കുറഞ്ഞപ്പോ എന്തായി? ബോയിന്റ് ഫോഴ്സ് കുറഞ്ഞു. അത് വേണമെങ്കിൽ എഴുതി വെച്ചോ. ആസ് വോളിയം ഇൻക്രീസസ് ബോയിന്റ് ഫോഴ്സ് എന്താണ്? ഓൾസോ ഇൻക്രീസസ്. ബോയിന്റ് ഫോഴ്സ് also increases. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് രണ്ട് ഫാക്ടറുകൾ കണ്ടല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? നമ്മൾ ആദ്യം പറഞ്ഞത് ഡെൻസിറ്റി. ഓർമ്മയില്ലേ? ലിക്വിഡിന്റെ കേസിൽ ഹയർ ഡെൻസിറ്റി ഗ്ലിസറിൻ ആണ്. അപ്പൊ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ബോയിന്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞു വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോയിന്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിന്റ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് fully immersed in a fluid are ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, സെക്കൻഡ് വൺ വോളിയം ഓഫ് ദ ഒബ്ജെക്ട്. അത് മാറിപ്പോയരുത്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് ആൻഡ് വോളിയം ഓഫ് ഒബ്ജെക്ട് ആണ്. അത് തിരിഞ്ഞു പോവാറുണ്ട്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് തന്നെ എഴുതണം. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് ആൻഡ് വോളിയം ഓഫ് ഒബ്ജെക്ട് ആണ്. വോളിയം ഓഫ് ഫ്ലൂയിഡ് അല്ല, വോളിയം ഓഫ് ഒബ്ജെക്ട് ആണ്. അത് മാറിപ്പോവാറുണ്ട്, പൊതുവേ മാറിപ്പോവാറുണ്ട്. അങ്ങനെ മാറിപ്പോയത്, അതാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി മാറുമ്പോൾ, ഓക്കെ, കാരണം നമ്മൾ എടുത്ത ബീക്കറിലുള്ള സൊല്യൂഷൻ ആണ് അവിടെ മാറിയത്. ആ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് ഫ്ലൂയിഡ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. സെക്കൻഡ് കേസ് വോളിയം ഓഫ് ദ ഒബ്ജെക്ട്. അവിടെ നമ്മൾ എല്ലാ കേസിലും എടുത്ത ഫ്ലൂയിഡ് ഒന്ന് തന്നെയാണ്, ഒബ്ജക്റ്റ് ആണ് മാറ്റിയത്. 1 is അയൺ, 1 is കോപ്പർ. ഒബ്ജക്റ്റ് ആണ് മാറ്റിയിട്ടുള്ളത്. സോ വോളിയം ഓഫ് ദ ഒബ്ജെക്ട് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയും
അതുപോലെ ഒബ്ജക്റ്റിന്റെ വോളിയം ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെന്താണ്, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഡെൻസിറ്റി ഇൻക്രീസസ്, ബോയിന്റ് ഫോഴ്സ് ഇൻക്രീസസ്, ഫോഴ്സ് ഇൻക്രീസസ് ആൻഡ് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിം കേസ് തന്നെയാ, വോളിയം ഇൻക്രീസസ്, ബോയിന്റ് ഫോഴ്സ് ഇൻക്രീസസ്, സെയിം കേസ് ആണ്, ബോയിന്റ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്, രണ്ടും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഫാക്ടർ ആണ് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബോയിന്റ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ, ബോയിന്റ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ബോയിന്റ് ഫോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബോയിന്റ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ബോയിന്റ് ഫോഴ്സ് ഓർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ buoyant force. There are two factors which influence the buoyant force when an object is fully immersed in a fluid, that are density and volume. Density of the fluid and volume of the object. മാറിപ്പോയത്, density of the fluid and volume of the object. As the density of fluid increases, the buoyant force also increases, and if the volume of the object increases, the buoyant force also increases. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങള് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് റിലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതുവരെ പഠിച്ചാലാണ് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരുള്ളൂ. സോ ഇത്രയും നന്നായിട്ട് നോക്കുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.